വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. തിരിയിട്ടൊരു വിളക്കൊളുത്തിയ റൂമിൽ മാത്രമല്ല, അത് മനസ്സിനും പ്രകാശം വരുത്തുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. കൈലാസ്, ഇവൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ വിളിപ്പിച്ചിട്ട് വന്നതാ. ഈ വിളക്ക് കൊളുത്തണമെന്ന് ഡാഡി ഫോൺ ചെയ്ത് പറഞ്ഞു. എനിക്കിതിലൊന്നും വലിയ പിടിയില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പാർവതി കൊണ്ട് വിളക്ക് കൊളുത്തിക്കാന്ന് വിചാരിച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? വിളക്ക് കൊളുത്താൻ നിനക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അങ്കിള് ചെയ്തോണ്ടിരുന്നതെല്ലാം ഇപ്പൊ ഞാനല്ലേ ഇവിടെ ചെയ്യുന്നേ. എന്നെ വിളിക്കായിരുന്നില്ലേ നിനക്ക്? ഇത് അങ്കിളല്ലല്ലോ, ഞാനല്ലേ. മാഡം പറഞ്ഞത് ശരിയാ സർ. മാഡം ഇവിടെ ഉള്ളപ്പോ എന്നെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കാൻ പാടില്ലായിരുന്നു. ഇനി മുതല് മാഡത്തെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്തിച്ചാ മതി. പാർവതി, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്നാൽ ഞാൻ നിന്നോട് ഡിസ്കസ് ചെയ്യില്ല. കാരണം നിനക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുപോലെ ഇതും പൂജയും പ്രാർത്ഥനയൊന്നും മുക്തിക്ക് ചേരില്ല. അതിന് നീ ആപ്റ്റ്. പൂജയും പ്രാർത്ഥനയും നടത്താൻ ഇവളാരാ? തിരുമേനിയോ? വെറുതെ അർഹതയില്ലാത്ത സ്ഥാനം ചാർത്തി കൊടുക്കല്ലേ കൈലാസ്. ഇവള് തിരുമേനിയൊന്നുമല്ല. പക്ഷേ ദൈവകാര്യങ്ങൾ ഇവൾക്ക് നന്നായി അറിയാമെന്ന് ഇവള് തെളിയിച്ചിട്ടുണ്ട്. പൂജ കഴിപ്പിക്കാൻ പോയപ്പോ നീയും കൂടെ ഉണ്ടായിരുന്നല്ലേ? എല്ലാം നീ നേരിട്ട് കണ്ടതല്ലേ? ആ പൂജ ചെയ്തതിന് ശേഷം എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. പോസിറ്റീവായ ചേഞ്ചസ്. ഇവളെനിക്ക് ലക്കിയ. സർ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട് സർ. ഞാൻ പോയിക്കോട്ടെ. പൊയ്ക്കോളൂ പാർവതി. കൈലാസ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ ശരി.